ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ആളോടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. 10 ഇല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, 4 ഇല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, അരമുറി സബോള, ഒരു തക്കാളി, 5 തണ്ട് കറിവേപ്പില, മല്ലിയില 1/4 കപ്പ് 118 ml അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, പുളിവെള്ളം. ഒരു നാരങ്ങൻ്റെ വലിപ്പത്തിലാണ് ഞാൻ പുളി പിഴിഞ്ഞെടുത്തത്. ഇനി ഒരു മിക്സിൻ്റെ ജാറിലോട്ട് 1 ടീസ്പൂൺ നല്ല ജീരകം, 2 ടീസ്പൂൺ കുരുമുളക്, 3 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, കുറച്ച് എരിവ് വേണമായിരിക്കും 3 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി, കൂടുതൽ പൊടിയാവേണ്ട ആവശ്യമില്ല. ഇനി അതിലോട്ട് വെളുത്തുള്ളി, സബോള, പച്ചമുളകായാലും കുഴപ്പമില്ല, ഉണക്കമുളകായാലും കുഴപ്പമില്ല. ഇത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, തക്കാളി ഒരെണ്ണം, കറിവേപ്പില. ഇത് തണ്ടോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. രസത്തിന് തണ്ടോട് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഞാനൊരു 5 തണ്ടാണ് കറിവേപ്പില എടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് ഒന്നൊന്ന് അരച്ചെടുക്കാം. കൂടുതൽ അരയേണ്ട ആവശ്യമില്ല. ഒരു ചെറുതായിട്ട് ഒരു തരിതരിയേനെ ഉള്ള മാതിരി വേണം അരച്ചെടുക്കാം. ഇനി തയ്യാറാക്കാം. ഒരു പാൻ ചൂടായതിന് ശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് 4 ഇല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഞാൻ തൊലിയോട് കൂടിയിട്ടാണ് 4 ഇല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളത്. ഇതൊന്ന് ലൈറ്റ് ഗോൾഡൻ കളർ വരണ വരക്ക് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് അരച്ചു വെച്ച മസാലക്കൂട്ടുകൾ ചേർത്തി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ എണ്ണയിലിട്ടിട്ട് തന്നെ വേണം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയി വരും, മുരിഞ്ഞിട്ട് വരും. ഇങ്ങനെ ചെയ്താൽ ഒരു 4-5 ദിവസം രസം കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലോട്ട് ഇപ്പോൾ കളറെല്ലാം ചേഞ്ച് ആയി വന്നു, എണ്ണ എല്ലാം അതിൻ്റെ മുകളിലോട്ട് വരും. അതിനുശേഷം അതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി അതിലോട്ട് ഒരു 2 ഗ്ലാസ് സാദാ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 ഗ്ലാസ്സോ 3 ഗ്ലാസ്സോ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ കുഴപ്പമില്ല. ഈ ടൈമിൽ ഉപ്പുണ്ടോയെന്ന് നോക്കണം, ഇല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഇതിൻ്റെ മുന്നേ ഉപ്പിട്ട് കൊടുത്ത കാരണം ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കാം. കുറച്ച് മല്ലിയിലയൂടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ ഇത്ര മാത്രം വന്നാൽ മതി. ഒന്ന് കൂടുതൽ തിളച്ച് മറിയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് പതമാതിരി വരും. അപ്പോൾ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ രസം റെഡിയായി. ഇത് എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. കോൾഡ് പിടിച്ചവർക്കൊക്കെ ഇത് കഴിച്ചാൽ നല്ല സുഖമാവും. ഇതുപോലെ എല്ലാവരും ഒരു ട്രിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.